ഒരാളെ 2 തവണ ഒരു മാളത്തിൽ നിന്നും പാമ്പ് കടിക്കില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ അങ്ങനെ 2 തവണ ഒരു മാളത്തിൽ നിന്നും പാമ്പ് കടി ഏറ്റ ഒരാളുടെ പഴയകാല പ്രതാപത്തിൻ്റെ ഒരു പ്രതിഫലന സ്വരം ഇന്നലെ ജാമ്യയുടെ വേദിയിൽ വെച്ച് കേൾക്കാൻ കഴിഞ്ഞു. ശക്തമായി മലപ്പുറം പണ്ഡിതന്മാർക്കെതിരെ പടപൊരുതി അവസാനം പരാജയപ്പെട്ട് ആയുധം വെച്ച് കീഴടങ്ങിയ ഒരു പോരാളി. എന്തൊക്കെ സുന്നി രംഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ഒരു കാരണക്കാരൻ എന്ന് തന്നെ പറയാൻ പറ്റും. അദ്ദേഹം ഉണ്ടാക്കിയ കാരണങ്ങൾ യഥാർത്ഥത്തിൽ AP ഉസ്താദിനും മറ്റുള്ള ആളുകൾക്കൊക്കെയായിരുന്നു പാരയായി വന്നത്. ഉത്തരവാദിത്വം AP ഉസ്താദിന്, ചെയ്യുന്നത് മറ്റുള്ള ആളുകൾ. ഇങ്ങനെ കുറേ കാലം ഇഖ്ലാസ് ഇല്ലാത്തതിൻ്റെ കുറവോ മറ്റോ ആയിരിക്കാം പടപൊരുതി അവസാനം എന്തൊരു ആശയത്തിന് വേണ്ടിയാണോ അദ്ദേഹം നിലകൊണ്ടത്, ആർക്കാണോ ആദർശമില്ലാത്തത്, ആരാണോ കാലുമാറി എന്ന് പരസ്യമായി ഉസ്താദുമാരെ കുറിച്ച് എഴുതിയ ആ ഉസ്താദിൻ്റെ പാതയിലേക്ക് തന്നെ അവസാനം അദ്ദേഹത്തിന് പോകേണ്ടി വന്നു. അതാണ് ഞാൻ പറഞ്ഞത്, പരാജയപ്പെട്ട് ആയുധം വെച്ച് കീഴടങ്ങിയ ഒരു മാളത്തിൽ നിന്ന് 2 തവണ പാമ്പ് കടിയേറ്റ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ഇന്നലെ ജാമ്യയിലോ മറ്റോ നടത്തിയ ഒരു പ്രഭാഷണത്തിൻ്റെ ഒരു ശകലം വളരെ ആകർഷിക്കുന്ന പ്രഭാഷണമായി പോയി. ഏകദേശം 1980കളിൽ ഇദ്ദേഹം നടത്തിയിരുന്ന എഴുത്തിനും പ്രസംഗത്തിനും സമാനമായ രീതിയിലുള്ള ഒരു പകർപ്പായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതൊന്ന് നമുക്ക് കേട്ടു നോക്കാം. ശരി, എത്ര വലിയ അഹ്ലു ബൈത്തായിരുന്നാലും ശരി, ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെതായ പൂർവീകർ നമുക്ക് കാത്തു സൂക്ഷിച്ചു തന്ന പ്രോട്ടോക്കോളുകളുണ്ട്, നിയമങ്ങളുണ്ട്. അത് നാം അനുസരിച്ചെത്തി. മഹാന്മാരായ പണ്ഡിതന്മാർ അവർ മഹാന്മാരാണ്. പക്ഷേ പൂർവീകർ കാണിച്ചു തന്ന അതേ രൂപത്തിലായിരിക്കണം പണ്ഡിതന്മാർ പ്രവർത്തിക്കുന്നത്, ഭരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ പ്രഭാഷണം കേട്ടപ്പോൾ ഓർമ്മ വന്നത് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം സിറിയയിലേക്ക് പോയി. അങ്ങനെ സ്വപ്നത്തിൽ നബിയെ കണ്ടു. നബിയെ സന്ദർശിക്കാത്തതിൻ്റെ പേരിലുള്ള പരാതി നബി പറഞ്ഞപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വന്നു. ആ വന്ന സമയത്ത് പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവർ 2 പേരും കൂടി നിർബന്ധിച്ച് റസൂലുള്ളാഹിൻ്റെ കാലത്ത് ഞങ്ങൾ കേട്ടിരുന്ന ആ വാങ്ക് ഞങ്ങൾക്കൊന്ന് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സമ്മർദ്ദത്തിന് വിധേയമായി, നിർബന്ധത്തിന് വിധേയമായി ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു വാങ്കൊന്നും കൂടെ കൊടുത്തു. അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന കഥയാണ് ഓർമ്മ വരുന്നത്. 1980കളിൽ ഇദ്ദേഹം നടത്തിയിരുന്ന പ്രഭാഷണങ്ങൾ ഈ രീതിയിൽ പ്ലാസമൊപ്പിച്ച ഈ തത്വങ്ങളും ഈ ആശയങ്ങളൊക്കെ ഉള്ള മലപ്പുറം പണ്ഡിതന്മാർക്കെതിരെയും മലപ്പുറം പണ്ഡിതന്മാരെ മേലെ കയറിയിരിക്കുന്ന ചില തങ്ങൾ പാരമ്പര്യത്തിലുള്ളവർക്കെതിരെയുമുള്ള പടയോട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും എഴുത്തുമൊക്കെ. അപ്പം 1980 എന്ന് പറഞ്ഞാൽ 45 വർഷത്തോളം മുമ്പ് പഴക്കമുള്ള ആ അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ വാഗ്ധോരണികളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞതും കേൾക്കാൻ കഴിഞ്ഞതും. ബിലാൽ റളിയല്ലാഹു വാങ്ങിന് നിർബന്ധിച്ചതുപോലെ റസൂലുള്ളാഹിൻ്റെ കാലത്ത് കേട്ട ആ ശബ്ദം കേൾക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വാങ്ങിക്കൊടുപ്പിച്ചതുപോലെ അദ്ദേഹം 40 വർഷം മുമ്പ് പയറ്റിയതായ ശബ്ദങ്ങളും മറ്റുമൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തിനുള്ള പുറപ്പാടാണ്? അമ്പലക്കടവിൻ്റെ വഴിയിലേക്ക് സഞ്ചരിക്കാനാണോ എന്തോ എന്നും അറിയില്ല. ഏതായാലും അവിടെ വലിയ മാറ്റങ്ങൾ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാക്കുന്നു. നമുക്ക് തുടർന്നും കൂടി കേൾക്കാം. വലിയ അപകടകരമായ ചില പരാമർശങ്ങൾ സുന്നത്ത് ജമാഅത്തിന് വേണ്ടപ്പെട്ട ഇപ്പോഴത്തെ അഹ്ലു ബൈത്ത് എന്ന് അവകാശപ്പെടുന്നവരുടെ പാരമ്പര്യത്തിനോടും അവരുടേതായ സമീപന രീതികളോടും യോജിക്കാത്ത കുറേ പരാമർശങ്ങൾ അതിലുണ്ട്. അനന്തരഫലം അദ്ദേഹം അനുഭവിക്കുമായിരിക്കാം. ഏതായാലും ശരി, ആർജവം ഇവിടെയും കാട്ടിയിട്ടുണ്ട്. മുമ്പും അദ്ദേഹം ആർജവം കാട്ടിയിട്ടുണ്ട്. ആ ആർജവത്തിന് ഇഖ്ലാസ് ഉണ്ടായിരുന്നോ എന്ന വിഷയത്തിൽ സുന്നി പ്രവർത്തകർക്ക് സംശയമുണ്ട് എന്ന് മാത്രം. അഹ്ലുൽ ബൈത്തിന്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പ്രോട്ടോക്കോൾ ഉണ്ട്. മഹാനായ
നൂഹ് നബി അലൈഹി ഇസ്ലാം പടച്ചവനെ എന്റെ മകൻ എന്റെ അഹ്ലു ബൈത്താണ്, എന്റെ മകനെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോ അള്ളാഹു എന്ത് പറഞ്ഞു? ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, അത് നിങ്ങളുടെ അഹ്ലു ബൈത്തല്ല. ഇന്നഹു വലദുൻ ഗൈറു സാലിഹ്, നല്ല കുട്ടിയല്ല. വലാ തുഖാതിബിനി ഫില്ലദീന വലമു, ആ അക്രമികളെ സംബന്ധിച്ച് എന്നോട് നിങ്ങൾ സംസാരിക്കരുത്. ഇനി അയലുക അൻ തകൂന മിനൽ ജാഹിലീൻ, നിങ്ങൾ ജാഹിലികളിൽ പെടാതിരിക്കാൻ ഞാൻ പ്രത്യേകം ഉപദേശിക്കുന്നു. അവിടെ സ്വന്തം മകനാണ്, അതാണ് സ്വന്തം അഹ്ലുൽ ബൈത്താണ്. പക്ഷേ ആ റൂട്ട് മാറിയപ്പോൾ അവിടെ പ്രശ്നങ്ങൾ സംഭവിച്ചു. ചേളാരി വിഭാഗത്തിൽ ഈയിടെയായി നടന്നുകൊണ്ടിരിക്കുന്ന അപസ്വരങ്ങളുടെ ഒരു പ്രതിധ്വനിയാണ് ഇത് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ അനന്തരഫലം ഇദ്ദേഹം എങ്ങനെ അനുഭവിക്കും എന്നതിനെ കുറിച്ച് പറയാൻ കഴിയില്ല. കാരണം നെഞ്ചത്ത് കയറിയാണ് അദ്ദേഹം കുത്തിയിട്ടുള്ളത്. ജാമ്യയിൽ പോയിക്കൊണ്ട് പഴയ കാലത്ത് പറഞ്ഞ അതേ പതിപ്പിലുള്ള വാക്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അന്ന് പാണക്കാട്ടെ തങ്ങന്മാർക്കും മലപ്പുറം കമ്പനിക്കും അദ്ദേഹം സ്വീകാര്യനായിരുന്നില്ല ഇങ്ങനെയുള്ള വാക്യങ്ങൾ, സത്യങ്ങൾ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ. പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അവസാനം അദ്ദേഹം ഒരു പോരാളിയായി നിന്നിരുന്നുവെങ്കിലും പരാജയം സമ്മതിച്ച് ആയുധങ്ങൾ വെച്ചു കീഴടങ്ങി അവസാനം അവരുടെ അടിമവേല പോലെ ചെയ്യുന്ന രൂപമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ പ്രായമൊക്കെ ആയ സമയത്ത് ഇനിയും ഒരു കീഴടങ്ങലില്ലാതെ അദ്ദേഹം ആർജം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷെ എവിടെയും ഭാവിയിലും ഒക്കെയുള്ളതായ ഫാൾട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ കാണുമ്പോൾ പലതും പല നിലക്കും വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു സുപ്രഭാതത്തിൽ വന്ന വെളിപ്പെടുത്തലാണ് എന്ന് പറയാൻ കഴിയില്ല. ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷമുള്ള ഒരു അവതരണമായിട്ടാണ് ഇതിനെ നമ്മൾ വിലയിരുത്തേണ്ടത്. ഏതായാലും കാര്യഗൗരവത്തോടുകൂടെ ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങളോട് സമരസപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിഭാഗത്തിന് ഒരു താക്കീതായിട്ടും അതുപോലെ ഞങ്ങളുടെ കീഴിൽ മാത്രമേ ഇവിടെ എല്ലാം നടക്കുകയുള്ളൂ എന്നുള്ള ആ ധാർഷ്ട്യത്തിനുള്ള ഒരു തിരിച്ചടിയായിട്ടും ഇതിനെ വിലയിരുത്തിയാൽ സംശയിക്കാൻ പറ്റില്ല. അതാണെന്ന് വളരെ വ്യക്തമായി ആർക്കും ബോധ്യപ്പെടും. അപ്പോൾ പഴയ കാലത്ത് അദ്ദേഹം ഉന്നയിച്ചിരുന്ന ആ വാദഗതികളിലേക്ക് വാദം എന്ന നിലക്ക് തിരിച്ചു വന്നെങ്കിലും സന്തോഷമുണ്ട്. പക്ഷേ ഇത് നിലനിർത്താൻ അവർക്ക് കഴിയുമോ, അല്ലെങ്കിൽ വേറെ ഓഫറുകൾക്ക് മുമ്പിൽ അദ്ദേഹം വഴങ്ങുമോ എന്നൊക്കെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇദ്ദേഹത്തെ പോലെ പറഞ്ഞത് മാറ്റി പറയേണ്ടി വന്ന, എഴുതിയത് തിരുത്തേണ്ടി വന്ന, അദ്ദേഹം നെഗറ്റീവായി കണ്ടതിനെ പിന്നെ പോസിറ്റീവായി കാണേണ്ട ഒരു ഗതികേട് സുന്നി കേരളത്തിൽ മറ്റൊരാൾക്കുണ്ടായിട്ടില്ല. 25 വർഷത്തോളം ചേളാരി വിഭാഗത്തിൻ്റെ ഉപാസകനായി നടന്നിട്ട് ആകെ 4-5 പ്രഭാഷണങ്ങൾ കിട്ടി എന്ന് അദ്ദേഹം തന്നെ പലപ്പോഴും പലരോടും പറഞ്ഞതാണ്. അങ്ങനെ കിട്ടിയിട്ട് അതിൽ നിന്നും ആവശ്യമില്ലാത്തൊരു സാധനമായി, കറിവേപ്പില പോലെ ഉള്ള ഒരു സാധനമായി അദ്ദേഹം അതിൽ നിലനിന്നു. SYSൻ്റെ ജില്ലാ പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാനാണ് ഞാൻ എന്നും അത് ചേരേണ്ട ആവശ്യം ഉണ്ടാകലില്ല എന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറം കമ്പനിൻ്റെ SYS. അപ്പം ഇങ്ങനെ കറിവേപ്പില പോലെ ഒരു സ്ഥാനം അവിടെ കൊടുത്ത് ഇരുത്തിയിരിക്കുന്നു എന്നല്ലാതെ ആ സ്ഥാനത്തിന് യാതൊരു പ്രസക്തിയും അനങ്ങാനും ചലിക്കാനും പറ്റൂല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു അദ്ദേഹം മുമ്പുണ്ടായിരുന്നത്. എന്നിട്ട് അതിൽ നിന്നുള്ള അവഗണന സഹിച്ച് അവിടുത്തെ ഒരു ചൂല് പോലെ മാത്രമായി അതപ്പതിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് അസ്വാരസ്യം നേരിട്ടു. അങ്ങനെ അദ്ദേഹം കൂറുമാറി, കളം മാറി യഥാർത്ഥ സമസ്തയുടെ പാതയിലേക്ക് വന്നതോടുകൂടെ 2 വർഷമാണ് യഥാർത്ഥ സമസ്തയുടെ കൂടെ ഉണ്ടായത്. ആ 2 വർഷത്തിൽ അദ്ദേഹത്തിനിക്ക് എത്ര ദിവസങ്ങളുണ്ടോ 2 വർഷത്തിന്, അതിൽ ഡബിളും പരിപാടികളായിരുന്നു. പക്ഷെ അതിൻ്റെ ശേഷവും അദ്ദേഹത്തിനിക്ക് എന്തോ ഓഫറുകൾ വന്നു, അദ്ദേഹം വീണ്ടും കൂറുമാറി. ഇതാണ് ഒരു മനുഷ്യന് 2 തവണ 25 വർഷം അവിടെ നിന്ന് അവഗണന സഹിച്ച് തിരിച്ചു പോകുന്ന ആളാണ്. അങ്ങനത്തെ ആൾ വീണ്ടും അവിടേക്ക് തന്നെ പോയി. 2 തവണ ഒരു മാളത്തിൽ നിന്ന് അദ്ദേഹത്തെ പാമ്പ് കടിച്ചു. അപ്പം അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ അദ്ദേഹത്തിനൊക്കെയുണ്ട്. ഏതായാലും ഈ പറഞ്ഞ വാചകങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണെങ്കിൽ സുന്നി പ്രവർത്തകർക്ക്, പഴയകാല പ്രവർത്തകർക്ക് ഒരു ആവേശമുണ്ട്. അദ്ദേഹത്തെ എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ളത് ഗതാകാല ചരിത്രം മാത്രം പരിശോധിച്ച് വിലയിരുത്തേണ്ടതും പറയേണ്ടതുമാണ് എന്ന് ഇവിടെ ഉണർത്തുകയാണ്. ഏതായാലും നല്ലൊരു കാൽവെപ്പായിട്ടുണ്ട്. എല്ലാം പിടിച്ചടക്കി സുന്നത്ത് ജമാഅത്ത് പറയുന്നവരെ അകറ്റി നിർത്താനുള്ള ശ്രമങ്ങളും മറ്റുമൊക്കെ നടക്കുന്ന ഈ കാലത്ത് ഈ രീതിയിൽ അവരുടെ നെഞ്ചത്ത് പോയി, അവരുടെ മുതുകത്ത് പോയി തന്നെ ഇങ്ങനെ ഒന്ന് കൊട്ടിയതിൽ വളരെയധികം സുന്നി പ്രവർത്തകർ ആശ്വസിക്കുകയാണ്. ആരും ഒപ്പുണ്ടാവില്ല. കാരണം രാഷ്ട്രീയ അടിമപ്പണിക്ക് വിധേയമായ ആളുകളെ സൃഷ്ടിച്ചെടുക്കുന്ന പണിയായിരുന്നു ഇദ്ദേഹം അടക്കമുള്ള എല്ലാവർക്കും ഇക്കാലം അത്രയും ഉണ്ടായിരുന്നത്. അതുകൊണ്ട്
ആ രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ച് കുറച്ച് സുന്നികളെ രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞാൽ മുനീർ അംസാജിനൊക്കെ കിട്ടുമെന്നല്ലാതെ വേറെ ആരെയും ഒപ്പം കിട്ടുമോ എന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം അത്രമാത്രം ലീഗിൻ്റെ അടിമകളാക്കി നിങ്ങളുടെ പ്രവർത്തകന്മാരെ മാറ്റുന്ന രീതിയിലുള്ള പ്രക്രിയകൾക്കാണ് ഇവരൊക്കെ അവിടെ നിന്ന് നേതൃത്വം നൽകിയിരുന്നത് എന്നതാണ് അതിൻ്റെ കാരണം. പണ്ഡിതന്മാരെയും തങ്ങന്മാരെയും ഒക്കെ സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കുന്ന രീതിയിൽ, ഇസ്ലാമിൻ്റെ തത്വശാസ്ത്രം പഠിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം ഈ അരങ്ങേറിയത് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ മുമ്പ് കാലത്തും അദ്ദേഹം ഇതിലേറെ തീപ്പരികളൊക്കെ നടത്തിയാണ്. പിന്നീടാണ് അദ്ദേഹത്തിനൊക്കെ മനംമാറ്റം കളം മാറ്റി ചവിട്ടലൊക്കെ ഉണ്ടായത് എന്നതുകൊണ്ട് സുന്നി പ്രവർത്തകർക്ക് അവരുടെ മനസ്സകമിൽ ഇദ്ദേഹത്തെക്കുറിച്ച് വിശ്വാസമില്ല. മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തായെങ്കിലേ തങ്ങളാണെങ്കിൽ മുസ്ലിയാരാണെങ്കിൽ സ്ഥാനമുള്ളൂ, ഇല്ലെങ്കിൽ നൂഹ് നബിയുടെ കഥയൊക്കെ ഉന്നയിച്ചിട്ടായിരുന്നു മലപ്പുറത്തെ ഒരു കുടുംബത്തിനെ കുറിച്ച്, ഒരു തങ്ങൾ കുടുംബത്തിനെ കുറിച്ച് അദ്ദേഹം വിലയിരുത്തിയിരുന്നത്. അതിവിടെയും പറഞ്ഞിട്ടുണ്ട്. അതേതായാലും ശരി, അദ്ദേഹത്തിൻ്റെ ഭാവി ഒന്നിരിക്കൽ ആ പ്രസ്ഥാനത്തിലൂടെ ഇരുളടഞ്ഞതാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത്, നിങ്ങളെ നൂല് മന്ത്രിച്ചു കൊടുത്തുകൊണ്ട് ആളുകളെ വശീകരിക്കുന്നുവെങ്കിൽ ആലാത്ത് മന്ത്രിക്കുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹം സുന്നി പ്രവർത്തകന്മാരെ ആവേശം കൊള്ളിച്ചിരുന്നത്. അതൊരു ആത്മാർത്ഥമായിരുന്നില്ല എന്ന് പിന്നീടുള്ള നീക്കങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഏതായാലും അദ്ദേഹം ഇപ്പം പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണ് എങ്കിൽ, പ്രായമൊക്കെ അധികമായതല്ലേ, അതൊരു സ്വാഗതാർഹമായ കാര്യമാണ്. ഏതായാലും ശരി, ആരെയും അദ്ദേഹം വിടുന്നില്ല. അതിൻ്റെ തുടർച്ചയായി അദ്ദേഹം കുറച്ച് കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്. അതും കൂടി നമുക്ക് കേൾക്കാം. അപ്പൊ അഹ്ലുൽ ഇൽമായിരുന്നാലും ശരി, അഹ്ലുൽ ബൈത്തായിരുന്നാലും ശരി, അഹ്ലുൽ ദിക്രി എന്ന് പറയുന്ന വേറെ വിഭാഗമുണ്ട്. ദിക്രി ചെല്ലുന്നവർ. ഞങ്ങൾക്ക് എന്തുമാകാം, ഞങ്ങൾക്ക് ദിക്റുണ്ട്, ഞങ്ങൾ എപ്പോഴും അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്. ഇല്ല, അങ്ങനെ ഒരു വകുപ്പില്ല. അഹ്ലുൽ ഇൽമായാലും അഹ്ലുൽ ബൈത്തായാലും അഹ്ലുൽ ദിക്റായാലും പ്രോട്ടോകോൾ അനുസരിച്ചിരിക്കണം. അപ്പോഴേ രക്ഷയുള്ളൂ. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പന്ത അതിൽ തന്നെ മുന്നോട്ട് പോകണം. അപ്പോഴേ ആ നിലക്കുള്ള പാണ്ഡിത്യത്തിന്റെയും അഹ്ലുൽ ബൈത്തിന്റെയും മറ്റെല്ലാ പരിഗണനയും ഉള്ളൂ. ഇതാണ് സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഒരു പ്രോട്ടോകോളിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും ആ പ്രോട്ടോകോളൊക്കെ ഒരുപാട് തവണ ലംഘിച്ച് ചരിത്ര പാരമ്പര്യമുള്ള ഒരാളാണ് ഇത് പറയുന്നത് എന്നതിലാണ് നമുക്ക് സംശയമുള്ളത്. ഏതായാലും അട്ടയെ മെത്തയിൽ കിടത്തിയാൽ കിടക്കില്ല എന്ന് പറഞ്ഞതുപോലെയുള്ള അവസ്ഥയായിരുന്നു മുൻകാലത്തൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ചാടി മറുകണ്ഠം ചാടി പലതവണ ചാടി, അങ്ങനെ ഒരാളെ നമുക്ക് ലോക ചരിത്രത്തിൽ തന്നെ കാണാൻ കഴിയുമോ എന്ന് സംശയമാണ്. ഏതായാലും ഇപ്പോൾ വന്നിട്ടുള്ളതായ ഈ വെളിപ്പാട് അദ്ദേഹത്തിനുള്ളൊരു തിരിച്ചറിവാവട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒരുപാട് കാലം യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിൻ്റെ വേദിയിൽ അദ്ദേഹത്തിൻ്റെ ശക്തി ചെലവഴിക്കേണ്ടിയിരുന്ന കാലത്ത് അത് ദുരുപയോഗം ചെയ്ത് സുന്നത്ത് ജമാഅത്തിനെതിരെ ചിന്തിക്കുന്നൊരു വിഭാഗത്തിൻ്റെ തട്ടകമായി മാറുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്തതിലുള്ള വിലാപമാണോ എന്നറിയില്ല. ഇദ്ദേഹം ഇപ്പോൾ പറയാനുള്ള കാരണം എന്താണെന്നും അറിയില്ല. അതിലുള്ള തിരിച്ചടികളെ കൊണ്ടോ മറ്റോ ആയിരിക്കാം. ഏതായാലും ശരി, ഒരു നന്മ ഉണ്ട് എങ്കിൽ അതെല്ലാവരും പരിഗണിക്കും. പക്ഷേ ഗതകാല ചരിത്രങ്ങളൊക്കെ വിലയിരുത്തിയിട്ടേ ജനങ്ങൾ അദ്ദേഹത്തെ ഉൾക്കൊള്ളൂ. ജാമ്യയുടെ ഈ വേദിയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞുവെങ്കിൽ ഒരിക്കലും തന്നെ ഇനി അവരെ സ്റ്റേജിലേക്ക് അദ്ദേഹത്തെ അടുപ്പിക്കാൻ സാധ്യതയില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ ഒക്കെ വലിയ ആളായ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ പടിയടച്ച് പിണ്ടം വെച്ച കോളേജാണത്. സമസ്തയുടെ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം സമസ്തയുടെ ഏക കോളേജിൽ നിന്നും പുറത്താക്കപ്പെട്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇവർക്കനുസരിച്ച് ഫത്വ കൊടുത്തില്ല, ഇതുപോലത്തെ പ്രസംഗങ്ങളൊക്കെ നടത്തി. അതുകൊണ്ട് ആ വരുന്നത് സ്വീകരിക്കാനും നേരിടാനും തയ്യാറായിക്കൊണ്ടാണ് എങ്കിൽ അതൊരു സ്വാഗതാർഹമാണ്. അപ്പോൾ ഏതായാലും 80കളിലേക്ക് തിരിച്ചുപോയോ എന്നൊക്കെ സംശയിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന് അവതരണം ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം ആലിബാബയുടെ കഥകളൊക്കെ മുമ്പ് എഴുതിയിരുന്നു. ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ ആലിബാബയായിട്ടും മുഷാവർ അംഗങ്ങളെ 40 കള്ളന്മാരായിട്ടൊക്കെ എഴുതിയിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരിശുദ്ധിയും അവിശുദ്ധിയും ഒക്കെ മുമ്പ് പരീക്ഷിച്ച് അറിഞ്ഞ അവസാനം പോരാളിയായിട്ട് പരാജയപ്പെട്ട് ആയുധം വെച്ച് കീഴടങ്ങിയതായ ഒരു ദുസ്ഥിതി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. മാനസികമായി ജനങ്ങളുടെ അംഗീകാരം നേടാൻ പ്രയാസമാണ്. ഏതായാലും കുറേ കാലം സുന്നത്ത് ജമാഅത്ത് പറഞ്ഞു നടന്നാൽ സുന്നി പ്രവർത്തകന്മാർ സ്വീകരിച്ചിരിക്കാം. അതിന് അദ്ദേഹത്തിന് തൗഫീഖ് ഉണ്ടെങ്കിൽ നടക്കട്ടെ എന്ന് മാത്രമാണ് സുന്നി പ്രവർത്തകന്മാർക്ക് പറയാറുള്ളത്. ഏതായാലും ഇതിൻ്റെ പേറ്റന്റ് മറ്റൊരു വിഭാഗം ഏറ്റെടുക്കില്ല. ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങളുമൊക്കെ അദ്ദേഹത്തിൽ മാത്രം നിക്ഷിപ്തമായിരിക്കും എന്നാണ് നമുക്കൊക്കെ അറിയിക്കാനുള്ളത്. നന്മ വരട്ടെ അദ്ദേഹത്തിനും നമുക്കൊക്കെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മാറ്റത്തിൽ നമുക്ക് സന്തോഷിക്കാം. ഈ മാറ്റം നിലനിർത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം.
അത് കൂടുമാറ്റത്തിനുള്ളൊരു അവസരമായി അനുവദിക്കപ്പെടേണ്ടതുമില്ല. അദ്ദേഹം നിലക്കുന്ന സ്ഥലത്തെങ്കിലും സുന്നത്ത് ജമാഅത്ത് ഉറപ്പിച്ചു നിർത്താനുള്ളൊരു വേദി കെട്ടിപ്പടുത്താൽ അത് ഉപകാരമായിരിക്കും. പക്ഷേ പ്രയാസമാണ്. കാരണം എല്ലാവരെയും മറ്റേ വിഭാഗത്തിലും തെർക്കുൽ മുവാലാത്ത് ലംഘിക്കുന്ന ആ വിഷയത്തിലൊക്കെ ഉറപ്പിച്ചു നിർത്തുന്നതിൽ അദ്ദേഹം മൗനസമ്മതം നടത്തിയ ആളാണ്. അതുകൊണ്ട് എത്രമാത്രം അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ വിജയിക്കുമെന്നതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല. പരമാവധി വിജയിക്കട്ടെ, ലക്ഷ്യം നല്ലതാണെങ്കിൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ എന്ന് മാത്രം ആശംസിക്കുന്നു.